पिया तो से नैना लागे रे നൈന ലാഗേ രേ. ഞാൻ എന്റെ ബൗണ്ടറീസ് എനിക്ക് അറിയാം, ലിമിറ്റ് എന്റെ ലിമിറ്റ് അറിയാം. എന്റെ ആ ലിമിറ്റ് ക്രോസ് ചെയ്യാൻ ഞാൻ ആരെയും സമ്മതിക്കില്ല. അത് ആണെന്നല്ല പെണ്ണായാലും ശരി. ഐ റിയലി ലൈക്ക് ദാറ്റ് ഫോട്ടോഷൂട്ട്. എനിക്ക് ഏറ്റവും അധികം സങ്കടം വന്നത് എന്റെ അമ്മയച്ഛൻ അതിൽ ഇഷ്ടപ്പെട്ടില്ല. നിങ്ങൾക്ക് എന്തിനാ ഒഫൻഡ് ആവുന്നത്? നിങ്ങളുടെ ദേഹമാണോ ഞാൻ യൂസ് ചെയ്തത്? അച്ഛൻ എന്നോട് സംസാരിച്ചില്ല കുറച്ച് ദിവസം. ഞാൻ അച്ഛന്റെ മോള, ഇതിനെന്താ കോമൺ സെൻസ് ഇല്ലേന്ന് ചോദിച്ചു. അയ്യോ അപ്പോൾ എന്റെ ഹൃദയം പൊട്ടിത്തെറിച്ചു. എല്ലാവരും മുമ്പ് ചീത്ത പറയുമ്പോ നമുക്ക് നേരെ ബാത്റൂം പോയിട്ട് കരഞ്ഞു. പ്രായമൊക്കെ ചെറുതല്ലേ ആ സമയത്ത്. കേരളത്തില് എന്നെ അറിയുന്നത് എല്ലാവരുടെയും TV സെറ്റിലൂടെ എല്ലാവരുടെയും ലൈഫിലും വീട്ടിലൊക്കെ എത്തുന്നത് ആസ് എൻ ആങ്കർ ആണ്. അത് ഞാൻ എത്ര ഏത് അനിത ആയ ക്യാരക്ടർ ആയാലും, കിസ്മത്തിലെ അല്ലെങ്കിൽ മേഘ നമ്പ്യാർ ആയ ക്യാരക്ടർ ആയാലും, എല്ലാവരും എന്നെ എപ്പോഴും അറിയുന്നത് ശ്രുതി മേനൻ വോഡഫോൺ കോമഡി സ്റ്റാറിലെ ആങ്കർ ആണ്. അങ്ങനെയാണ് അറിയുന്നത്. ആ ഐഡന്റിറ്റി ഞാൻ ഒരിക്കലും എനിക്ക് മാറണം, ആ ഐഡന്റിറ്റി മാറിക്കിട്ടണം എന്ന എനിക്ക് ഒരു ആവശ്യമില്ല. വൈ പീപ്പിൾ ലവ് മീ as an anchor and I'm happy to be. ഈവൻ ഇവിടെ വോഡഫോൺ കോമഡി സ്റ്റാർസ് കഴിഞ്ഞതിന്റെ ശേഷം ഞാൻ സോനു നിഗമിന്റെ കൂടെ ആങ്കറിങ് ചെയ്തു. സോനു സാറിന്റെ എല്ലാം ലൈവായ കോൺസേർട്സ് ത്രൂ ഔട്ട് ദ വേൾഡ് ഞാൻ പോയി ആങ്കർ ചെയ്തു. ഇപ്പോഴും ഞാൻ ചില അവാർഡ്സ് ഒക്കെ ഫങ്ഷൻസ് മുമ്പിൽ ആങ്കർ ചെയ്യും. ഐ എൻജോയ് ഇറ്റ്. ആൾക്കാരുടെ മുമ്പ് ലൈവായിട്ട് നിന്നിട്ട് അവരുടെ എനർജി ഫീൽ ചെയ്യാന്ന് വെച്ചാൽ ഭയങ്കര ത്രില്ല. അത് ചിലപ്പോ ഒക്കെ നമ്മുടെ നെർവസ്നെസ് നമ്മൾ ശരിക്കും അതിനെ ചാനൽ ചെയ്താൽ അതിനൊരു പോസിറ്റീവായിട്ട് എടുക്കാൻ മാറ്റാൻ പറ്റും നമുക്ക്. വി ക്യാൻ ഡു ദാറ്റ്. അതൊന്ന് മാറ്റിയെടുത്താൽ ഭയങ്കര രസമാണ്. വോഡഫോൺ കോമഡി സ്റ്റാർസിന് മുമ്പ് ഞാൻ ഏഷ്യനെറ്റ് പ്ലസിലൊക്കെ ഒരു ചെറിയ ചെറിയ ഷോ ചെയ്തിട്ടുണ്ടായിരുന്നു. സൂര്യയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എങ്കിലും ഏഷ്യാനെറ്റ് എന്ന് പറയുമ്പോൾ ആ സമയത്ത് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഒരു ചാനലാണ്. ഏറ്റവും അധികം TRP ഉള്ള, ഏറ്റവും അധികം പ്രേക്ഷകർ കാണുന്ന ചാനലായിരുന്നു. അപ്പോൾ ഐ വാസ് വെരി നെർവസ്. ആൻഡ് ആ സമയത്ത് അതായിരുന്നു ഫസ്റ്റ് ആൾക്കാർ എന്നെ ശ്രദ്ധിക്കുന്നത്. അതിന് മുമ്പ് കുറച്ച് പേര് അറിയായിരുന്നു. സൂര്യ ടി വിയിലെ ആങ്കറാണ്, ഏഷ്യ പ്ലസിലെ ആങ്കർ, ചെറിയ ചെറിയ ഷോസിലെ. പിന്നെ ശരിക്കും വന്നപ്പോൾ ഐ വാസ് ഗോട്ട് വെരി നെർവസ്. ഫസ്റ്റ് ഡേ വാസ് എ ഡിസാസ്റ്റർ, ടോട്ടൽ ഡിസാസ്റ്റർ ആയിരുന്നു. ഞാൻ പിന്നെ ആ ഒരു മെമ്മറി ഒന്ന് പറയാമോ ക്ലിയർ ആയിട്ട്? ഓഫ് കോഴ്സ്. എനിക്ക് ഇപ്പോഴും ഇന്നലെ നടന്ന പോലെ. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ബോംബെയിൽ നിന്നാണ് പഠിച്ചതും വളർന്നതും ഒക്കെ ബോംബെയിലാണ്. മലയാളം ഇപ്പോഴും അത്ര 100% ഒന്നും അല്ല. കാരണം ഞാൻ ജീവിക്കുന്നത് ബോംബെയിലാണ്, താമസിക്കുന്നത് ബോംബെയിൽ. അപ്പൊ അവിടെ മലയാളത്തിൽ സംസാരിക്കാറില്ല. അവിടെ ഹിന്ദിയിലും ഇംഗ്ലീഷിലാണ് സംസാരിക്കുക. സോ ശരിക്കും പക്ക മലയാളത്തിൽ സംസാരിക്കുന്ന നാട്ടിൽ വരുമ്പോഴാണ്. വോഡഫോൺ കോമഡി സ്റ്റാർസ് തുടങ്ങിയപ്പോൾ ആദ്യത്തെ ദിവസം തന്നെ ഇവര് കടിച്ചാൽ പൊട്ടാത്ത വാക്കുകളായിട്ട് ഇത്ര വലിയൊരു സ്ക്രിപ്റ്റ്. ഷൂട്ടിങ് നമ്മൾ 8 മണിക്ക് രാവിലെ സ്റ്റാർട്ട് ചെയ്യുന്നത്, 7 മണിക്കാണ് ഇവര് സ്ക്രിപ്റ്റ് തന്നിരിക്കുന്നത്. ഞാൻ വിചാരിച്ചു ഞാൻ പോയിട്ട് എന്റെ സ്റ്റൈലിൽ, എന്റെ രീതിയിൽ, ഞാൻ മറ്റു ഷോസ് ചെയ്യുന്ന പോലെ ഞാൻ ചെയ്യാം. കുറച്ച് ഇംഗ്ലീഷ്, കുറച്ച് അവിടെ, കുറച്ച്. അപ്പോഴേക്കും ബൈജു മേല്ല എന്ന് പറയുന്നത് നമ്മുടെ ഡയറക്ടർ പ്രൊഡ്യൂസർ, അവർ വന്ന് പറഞ്ഞു, അല്ല ശ്രുതി ഇതാണ് സ്ക്രിപ്റ്റ്. സുരാജ് ഏട്ടനായിരുന്നു ഫസ്റ്റ് വന്നിരിക്കുന്നത്. സുരാജ് വെഞ്ഞാറമൂടി ഫസ്റ്റ് വന്ന നമ്മുടെ ഗസ്റ്റ്, ചീഫ് ഗസ്റ്റ്. പുതിയ ഫുൾ സ്റ്റുഡിയോ നിറഞ്ഞ ആൾക്കാര്, കോntestants ഉണ്ട്, സുരാജ് ഏട്ടനുണ്ട്, പ്രൊഡ്യൂസർമാരുണ്ട്, അതുണ്ട് ഇതുണ്ട്. ഞാനാണെങ്കിൽ എനിക്കിങ്ങനെ ഒന്ന് ബൈ ഹാർട്ട് ചെയ്യാൻ സമയം കിട്ടിയില്ല. മേക്കപ്പ് ചെയ്യണം, അതിന്റെ ഇടയിൽ കോസ്റ്റ്യൂം ശരിയായില്ല, ലൈറ്റ്സ്, ക്യാമറ എല്ലാം ആകെ ഒരു പണിയായിട്ടോ ശരിക്കും. അവിടെ പോയിട്ട് പിന്നെ റീടേക്ക് തുടങ്ങി. പിന്നെ ഒരു 4-5 റീടേക്ക് കഴിഞ്ഞാൽ കൈവിട്ട് പോവും എല്ലാം. പിന്നെ ഞാൻ പറഞ്ഞു സാറിനോട് പറഞ്ഞു, സാർ എനിക്കൊരു 2 മിനിറ്റ് ഒന്ന് ബ്രേക്ക്, ഞാൻ ഒന്ന് പഠിച്ചിട്ട് ശരിക്കും ഒന്ന് ക്ലിയർ ആക്കിയിട്ട് വരാമെന്ന്, എന്നിട്ട് നമുക്ക് ബാക്കി എടുക്കാം, ഇൻട്രൊഡക്ഷൻ ലാസ്റ്റ് എടുക്കാമെന്ന് ഞാൻ സജസ്റ്റ് ചെയ്തു. അപ്പൊ സാർ പറഞ്ഞു ഓക്കെ ഒരു 2 മിനിറ്റ്സിന്റെ ബ്രേക്ക്. നേരെ ബാത്റൂം പോയിട്ട് കരഞ്ഞു. പ്രായമൊക്കെ ചെറുതല്ലേ ആ സമയത്ത്. എനിക്ക് വീട്ടിൽ പോകണം, എനിക്കിത് വേണ്ടെന്ന് ഞാൻ മിററിൽ നോക്കിയിട്ട് ഞാൻ കരയാ. പിന്നെ മേക്കപ്പ് ഒക്കെ ഒന്ന് ശരിയാക്കി ഉഷാറായി വന്നു. പിന്നെ എങ്ങനെയോ ഞാൻ പിടിച്ചു. ഷൂട്ട് കഴിഞ്ഞു. പിന്നെ ഞാൻ സാറിനോട് പറഞ്ഞു, എല്ലാവരും പോയി, ഗസ്റ്റൊക്കെ പോയതിൻ്റെ ശേഷം
ഞാനൊന്ന് ശ്വാസം എടുത്ത് ഇൻട്രൊഡക്ഷൻ ഞാൻ റെക്കോർഡ് ചെയ്തു. അടിപൊളി. അടിപൊളിയായി. ഒരുപാട് കാലം കേരളത്തിൽ നിന്നാണ് മാം വർക്ക് ചെയ്തോണ്ടിരുന്നത് അല്ലേ? അപ്പൊ ഒരു ചേഞ്ച് എങ്ങനെയായിരുന്നു? കൊറേ ഞാൻ തെറി കേട്ടിട്ടുണ്ട് ലൈഫില്. ഞാൻ കുറെ തെറി കേട്ടിട്ടുണ്ട്. ഓൺലൈനിലൊക്കെ ഭയങ്കര ട്രോളിങ് ആയിരുന്നു. ഇവരെന്താ ബോംബെയിൽ നിന്ന് വന്ന വലിയ ബോംബെക്കാരിയാണ്, പിന്നെ മലയാളം അറിയില്ല, എന്നാലും എന്തിനാണ് ഇവളെ ചാൻസ് കൊടുക്കുന്നത്, ഇവൾക്ക് പിന്നെ എന്താണ് ഈ ഇങ്ങനത്തെ തുണികൾ ഇടുന്നത്, പിന്നെ ഹീൽസിൽ നിൽക്കുമ്പോൾ എന്തിനാ സ്റ്റൂളിന്റെ മേളിൽ കയറി സംസാരിക്കണം, അങ്ങനത്തെ. ഞാൻ എന്തിനാണെന്ന് എനിക്കറിയില്ല. ഞാൻ വന്നിട്ട് എൻ്റെ ജോലി ചെയ്തിട്ട് പ്രേക്ഷകരെ എന്റർടൈൻ ചെയ്യാണ്. അത് മാത്രം എൻ്റെ ഒരു ആകെ ഒരു ഇന്റൻഷനേ ഉള്ളൂ. പക്ഷെ എങ്കിലും ആൾക്കാർ ദേ ക്യാൻ ബി റിയലി മീൻ. പിന്നെ മെല്ലെ മെല്ലെ ദേ സ്റ്റാർട്ടഡ് റിയലൈസിങ് അത് അങ്ങനെ ഞാൻ ജാടയൊന്നുമല്ല കാണിക്കുന്നത്. ഞാൻ ജനിച്ചതും വളർന്നൊക്കെ ബോംബെ ആയ കാരണം യെസ് മലയാളം കുറച്ച് ഡിഫിക്കൽട്ടാണ്, എങ്കിലും പിന്നെ ആൾക്കാരത് സ്വീകരിക്കാൻ തുടങ്ങി. ഓക്കെ, ഈ ഒരു മിക്സ് ഇംഗ്ലീഷും ആ ഒരു രീതി ഇഷ്ടപ്പെട്ടു തുടങ്ങി. ഇൻസ്റ്റാഗ്രാമിനൊക്കെ മുമ്പാണ് തോന്നുന്നു, ബിഫോർ ഇൻസ്റ്റാഗ്രാം. അപ്പോൾ ഫേസ്ബുക്കിലൊക്കെ കുറെ കേട്ടിട്ടുണ്ട്, ഇമെയിലില് ഒരു സൈഡിൽ ഒത്തിരി തെറി, ചെറിയ 2-3 ലവ് ഓഫേഴ്സ്, മാരേജ് ഓഫേഴ്സ്, ഒരു ഇച്ചിരി സമാധാനം. അപ്പൊ ഹൂഎവർ സെന്റ് ഇറ്റ് താങ്ക് യു കേട്ടോ. ശരിക്കും ഇപ്പൊ പറയാനൊരു ചാൻസ് കിട്ടിയിരിക്കുകയാണ്. കാരണം നമ്മുടെ കോൺഫിഡൻസ് പോവും. ആ ഏജിൽ നമ്മൾ എങ്ങനെ ട്രോൾ ചെയ്താൽ ആരെങ്കിലും അത് മനസ്സിൽ നിൽക്കും നവ്യ. അത് അവർക്ക് ട്രോൾ ചെയ്യുന്നവർക്ക് മനസ്സിലാവില്ല. അത് നമ്മുടെ മനസ്സാണ് നിങ്ങളെ തട്ടുന്നത്. ഈ വാക്കുകൾ അമ്മയെ പറയാ, അച്ഛനെ വിളിക്കുക, അത് അങ്ങനെ ചെയ്യാൻ പാടില്ല. അതൊരു ക്ലാസ് ഇല്ലാത്തൊരു രീതിയാണ്. നമ്മളെ പറഞ്ഞാലും നമ്മൾ കുറെയൊക്കെ മാനേജ് ചെയ്യും അല്ലെ. പിന്നെ അവർ പറയും പെൺകുട്ടിയായ കാരണം കരഞ്ഞു. പക്ഷെ നിങ്ങൾ എങ്ങനെയാണ് ഒരു പെൺകുട്ടിയോട് ബിഹേവ് ചെയ്യുന്നത് അതൊന്നും നോക്കണ്ടേ. നമ്മുടെ വായിൽ നിന്ന് വരുന്നത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. കോമഡി സ്റ്റാർസിൽ കുറച്ചു നാൾ കഴിഞ്ഞപ്പോ ആങ്കർ മാറി അല്ലെ? മീര ആയിരുന്നു എന്ന് തോന്നുന്നു അത് കഴിഞ്ഞ് വന്നത്. അപ്പൊ അത് കൈവിട്ടു പോയപ്പോ ഒരു പെയിൻ ഉണ്ടായിരുന്നോ? ഇല്ല, പെയിൻ അങ്ങനെ ഉണ്ടായിരുന്നില്ല. ഞാൻ ഒരിക്കൽ ഒരു ഡോർ അടച്ചാ പിന്നെ അത് അടഞ്ഞു. അതിന്റെ മുമ്പ് അടയ്ക്കുന്നതിന് മുമ്പ് എനിക്ക് കുറെ ഇതുണ്ടാവും, ഫീലിങ്സ് ഉണ്ടാവും. വോഡഫോൺ കോമഡി സ്റ്റാർസ് വിട്ടപ്പോഴും എനിക്ക് കുറച്ച് ഫീലിംഗ് ഉണ്ടായി, എനിക്ക് വേണോ വേണ്ടേ അങ്ങനത്തെ ഒരു ഫീലിംഗ് ഉണ്ടായി. പക്ഷെ ഒരു ഇന്റേണലി എല്ലാവരും തീരുമാനമെടുത്തിട്ട് പിന്നെ ഒരു പുതിയ സീസൺ സ്റ്റാർട്ടാണ്, ഒരു ഫ്രഷ്നെസ് അവർക്കും വേണമായിരുന്നു. അപ്പോൾ ഒരിക്കൽ ഞാനത് ഓക്കെ എന്ന് പറഞ്ഞാൽ പിന്നെ അത് തിരിച്ചു പോകാൻ എനിക്കൊരു താല്പര്യമില്ല. അത് ലൈഫില് കോമഡി സ്റ്റാർസ് ആയാലും ശരി, എന്തായാലും ശരി, വൺസ് ഐ ഡിസൈഡഡ് ദെൻ ഡസൻറ്റ്. പക്ഷെ ആ ഡിസിഷനിൽ എത്താൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് എനിക്ക്. നമ്മളൊരു എന്തെങ്കിലും ചെയ്യുമ്പോൾ നമ്മുടെ ഹാർട്ട് ആൻഡ് സോൾ കൊടുത്തിട്ട് ഇത്രയും കരഞ്ഞ ഷോ, ഇത്രയും കരയിപ്പിച്ച ഷോ, ചിരിപ്പിച്ച ഷോ, പിന്നെ ഒരു ഫ്യൂ ഇയേഴ്സ് ഒക്കെ കഴിഞ്ഞിട്ട് ഒത്തിരി പേര് വോഡഫോൺ കോമഡി സ്റ്റാർസ് ടോപ്പിൽ നിൽക്കുന്ന സമയത്ത് കുറേ ഫാൻസ് ഉണ്ടായി. ആ സമയത്ത് കുറേ എനിക്ക് പിന്നെ എപ്പോഴും ചേച്ചി എങ്ങനെ കാണിച്ചു തരുമോ എന്നൊക്കെ, എയർപോർട്ടിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ കാണിച്ച് ഫോട്ടോ എടുക്കുക, വീഡിയോ എടുക്കുക. അപ്പൊ ആൾക്കാർ എൻ്റെ ഒരു റിലേഷൻഷിപ്പ് നന്നായി വരുന്നുണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് അങ്ങനെ വിട്ടുപോകാൻ ബുദ്ധിമുട്ടുണ്ടായി. പക്ഷെ വൺസ് അത് പോയതിൻ്റെ ശേഷം ഫൈൻ. ഈ പറഞ്ഞ പോലെ ആ പ്രോഗ്രാം വേറൊരു ആങ്കറിലേക്ക് പോയപ്പോൾ മാം ചെയ്ത് അതേ പെർഫെക്ഷനോടെ അത് ചെയ്ത് കിട്ടിയെന്ന് മാമിന് ഫീൽ ചെയ്തിട്ടുണ്ടോ കണ്ടിട്ട്? എന്റെ സ്ഥലത്ത് വേറെ ആരെങ്കിലും വന്നാൽ ഡെഫിനറ്റ്ലി അങ്ങനെ തോന്നും. കുറെ പേർക്ക് അങ്ങനെ തോന്നി. കുറെ പേർക്ക് പുതിയ ആങ്കർ ഇഷ്ടപ്പെട്ടു. നമ്മളെല്ലാവരും ഹാപ്പി ആക്കാൻ പറ്റില്ലല്ലോ. ബോംബെയിൽ താമസിച്ചിട്ട് കേരളത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു എൻ്റെ സ്വപ്നം അതൊന്ന് ശരിക്കും കംപ്ലീറ്റ് ആക്കാൻ അത് ഭയങ്കര ചാലഞ്ചിങ് ആയിരുന്നു. കാരണം ലോട്ട് ഓഫ് പ്രോജക്ട്സ് വുഡ് കം ആൻഡ് ഗോ, ബിക്കോസ് അവളും ബോംബെയിലാണ്. അവളെ ഇവിടുന്ന് അവിടേക്ക് വരുത്താൻ ഫ്ലൈറ്റ് ടിക്കറ്റ്സ് ആവും, അതാവും, എക്സ്പെൻസ് ആവും, സ്റ്റേ അതൊക്കെ. അപ്പോൾ അങ്ങനത്തെ പ്രൊഡക്ഷൻ വാല്യൂ നോക്കുമ്പോൾ കുറേ പടങ്ങൾ കൈവിട്ട് പോയി, ഷോസ് കൈവിട്ട് പോയി. പിന്നെ പെട്ടെന്നൊന്ന് ആങ്കർ, ഒക്കെ നാളെ മറ്റന്നാൾ ആങ്കർ വേണം, പിന്നെ ബോംബെയിൽ നിന്ന് ടിക്കറ്റ് അയക്കണം, അതയക്കണം, അങ്ങനെ. അപ്പം അങ്ങനത്തെ എൻ്റെ ഒരു ലൊക്കേഷൻ വേറെ ആയ കാരണം കുറച്ച് വർക്ക് മിസ് ഔട്ടായി. ദാറ്റ് വാസ് വെരി ചാലഞ്ചിങ്. പക്ഷേ വെൻ ഐ സ്റ്റാർട്ടഡ് വർക്കിംഗ് ഓവർ ദർ, ഇപ്പോൾ നെറ്റ്ഫ്ലിക്സ് ആയാലും ശരി, സോണി ലിവിലായാലും ശരി, എൻ്റെ ആഡ്സ് ഞാൻ ചെയ്യുന്നു, ഷാറുഖ് ഖാൻ്റെ കൂടെ ആഡ് ചെയ്യുന്നു, അമീർ ഖാൻ്റെ കൂടെ ആഡ് ചെയ്തു, സബ്യസാച്ചി സാരീസിന് വേണ്ടി, ജ്വല്ലറിക്ക് വേണ്ടി ആഡ് ചെയ്തു. അപ്പോൾ അവിടെ നല്ല നല്ല പ്രോജക്ട്സ് ചെയ്യുന്ന കാരണം എനിക്ക് അത്ര തോന്നിയില്ല.
ഇവിടെ കുറെ കൈവിട്ട് പോയി. പക്ഷെ ബിലീവ് മീ, എനിക്ക് നാട്ടിൽ വന്നിട്ട് നമ്മുടെ നാട്ടുകാരുടെ കൂടെ നമ്മുടെ ഒരു കൾച്ചറിന്റെ കൂടെ പറ്റുന്നില്ല എന്നല്ല, വരുമ്പോ ഭയങ്കര സന്തോഷമാണത്. ഒരു നമ്മുടെ നാടാണെന്നൊരു ഫീലിംഗ് വരും. പ്ലസ് ഞാൻ എത്രയോ വർഷങ്ങളായിട്ട് ഇവിടെ എത്രയോ സിനിമ ചെയ്തിട്ടുണ്ട്, ടെലിവിഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്നിട്ട് ജോലി ചെയ്യുന്നൊരു രസം, ഒരു ഷൂട്ട് ചെയ്യുന്നൊരു രസം വേറെയാണ്. അത് അവിടെ കിട്ടില്ല. ഞാൻ ജനിച്ചതും പഠിച്ചതും വളർന്നതും ബോംബെയിലാണ്. എനിക്ക് ബോംബെയുടെ വഴികൾ കേരളത്തിന്റെ വഴികളെക്കാളും കൂടുതൽ അറിയാം. ബോംബെയുടെ പൾസ് ചിലപ്പോൾ ഇവിടേക്കാളും കൂടുതൽ എനിക്കറിയാം. പക്ഷെ എങ്കിലും ഇവിടെ വന്നിട്ട് ഒരാഴ്ച അല്ലെങ്കിൽ 10 ദിവസം താമസിച്ച് ജോലി ചെയ്യുന്ന സുഖം വേറെയാണ്. ഐ ലൈക്ക് ഇറ്റ്. ഓക്കെ. പാരന്റ്സ് ഒക്കെ എല്ലാത്തിനും സപ്പോർട്ടായിരുന്നു? ആക്ടിങ്, മോഡലിംഗ്, എല്ലാത്തിനും? ഒരു കണ്ടീഷൻ മാത്രം ഉണ്ടായിരുന്നു, എഡ്യൂക്കേഷൻ ഫുൾ ഫിനിഷ് ചെയ്തിട്ടേ പറ്റൂ. അതിന്റെ കൂടെ ഒരു സ്കൂളൊക്കെ കഴിഞ്ഞിട്ട് കോളേജൊക്കെ ആകുമ്പോൾ ഫൈനൽ ഇയർ ഒക്കെ ആവുന്ന സമയത്ത് ഐ സ്റ്റാർട്ടഡ് ഷൂട്ടിങ്. അപ്പോൾ അതുവരെ എഡ്യൂക്കേഷൻ കളഞ്ഞിട്ട് വേറെ ഒരു പണി അവർ പറഞ്ഞു, എന്ത് ചെയ്യണമെങ്കിലും എഡ്യൂക്കേഷൻ കഴിഞ്ഞിട്ടേ പറ്റൂ. എനിക്ക് എൻ്റെ പേരൻസ് ഹൈലി എഡ്യൂക്കേറ്റഡ് ആണ്, എഞ്ചിനീയർ ആണ്. മൈ ഫാദർ ഇസ് എൻ എഞ്ചിനീയർ, മൈ മദർ ഹാസ് ബീൻ എൻ എയർ ഹോസ്റ്റസ്. അപ്പോൾ അവർ ഹൈലി എഡ്യൂക്കേറ്റഡ് ആൾക്കാരാണ്. അപ്പോൾ ദ വാല്യൂ ഓഫ് എഡ്യൂക്കേഷൻ ഇസ് ഓൾവേസ് ബീൻ ഇൻ മൈ ലൈഫ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കളി മതിയെന്ന് എന്നോട് പറഞ്ഞു. ചെറുപ്പത്തിൽ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, പഠിച്ചിട്ട് കളി മതിയുണ്ടോ. കാരണം അവരുടെ അപ്ബ്രിങ്ങിങ്ങിൽ അവർക്ക് വിശ്വാസം ഉണ്ടായി. ഞങ്ങളുടെ മക്കളെ രണ്ട് പെൺകുട്ടികളെ ഏത് രീതിയിലാണ് ഞങ്ങൾ വളർത്തിയിരിക്കുന്നത്, അവർ കറക്റ്റായ ഡിസിഷനെ എടുക്കുമെന്ന് അവർക്ക് ശക്തമായൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അത് കാരണം they never stopped us from anything. You want to be an actor, you want to be a model, go for it. Believe in yourself, do your best. വീണാൽ സ്വന്തം എണീറ്റ് തട്ടി മാറി ലൈഫിൽ ഇങ്ങനെ ഫോർവേഡിലേക്ക് പോയിക്കൊണ്ടിരിക്കണം എന്നും പഠിപ്പിച്ചിട്ടുണ്ട്. വീണാൽ നിന്റെ വീഴ്ച പറഞ്ഞാൽ നിന്റെ ഒരു ഹാപ്പിനെസ് അതുപോലെ വിട്ടു. ഓക്കെ. നമ്മുടെ ഈ മലയാളം ഇൻഡസ്ട്രിയിൽ നിന്ന് ഉണ്ടായിട്ടുള്ള ഒരു നല്ലൊരു ഗുഡ് മെമ്മറി ആൻഡ് ഒരു ബാഡ് മെമ്മറി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയും? ഐ തിങ്ക് ക്യാമറയുടെ മുമ്പില് whenever I'm in front of the camera, I'm very happy. And ഇത് ചെറുപ്പത്തിലെ മുതൽ എനിക്ക് അറിയായിരുന്നു, ഐ ഓൾവേസ് വാണ്ടഡ് ടു ബി ഇൻ ഫ്രണ്ട് ഓഫ് ദി ക്യാമറ. അത് എങ്ങനെയാണ്, ഏത് രീതിയിലാണ്, മാധുരി ദീക്ഷിത്തിനൊക്കെ യശ്രാജ് ഫിലിംസിൽ ഇങ്ങനെ സാരി ചുറ്റി ഇങ്ങനെ സ്വിറ്റ്സർലൻഡിൽ ഓടിച്ചാടി പാട്ടുപാടി ഇങ്ങനെ കണ്ണുകൾ, ശ്രീദേവിന്റെ കണ്ണുകളും വളകളും ഒക്കെ കണ്ടിട്ട് എനിക്ക് ഐ യൂസ് ടു ബി ലൈക്ക് ഐ വോണ്ട് ടു ബി ദാറ്റ്, ഐ വോണ്ട് ടു ബി ഹെർ. അപ്പോൾ തൊട്ട് ഐ ന്യൂ ഇറ്റ്, ഐ വാണ്ടഡ് ടു ബി ഇൻ ഫ്രണ്ട് ഓഫ് ദി ക്യാമറ. പക്ഷെ അതെങ്ങനെയാണ് ഞാൻ ആവുക, അവതാരകയാണോ, മോഡലാണോ, ആക്ട്രസ് ആണോ, അതൊന്നും പ്ലാൻ ചെയ്തില്ല. ദാറ്റ് ജസ്റ്റ് കെപ്റ്റ് ഹാപ്പനിങ്. എവറി ടൈം ഇൻ ഫ്രണ്ട് ഓഫ് ദി ക്യാമറ ഐ ഹാവ് ബ്യൂട്ടിഫുൾ മെമ്മറീസ്. നേരെ പക്ഷെ ബാഡ് മെമ്മറി എന്ന് പറയുകയാണെങ്കിൽ ഇത്തരത്തിൽ ഏഷ്യനെറ്റില് ഫസ്റ്റ് ഡേ പോയി കരയാ, കോമഡി സ്റ്റാർസിന്റെ ഇടയ്ക്ക് പോയി കരയാ. പിന്നെ ഒരു ദിവസം ഞാൻ മുല്ല ഷൂട്ട് ചെയ്യുന്നത് ദിലീപേട്ടൻ്റെ കൂടെയാണ്. അപ്പോഴും ഞാൻ ചെറിയ കുട്ടിയായിരുന്നു, ഏജിലൊക്കെ വളരെ യങ് ആയിരുന്നു. ദിലീപേട്ടൻ്റെ കൂടെ ലാൽ ജോസ് സർ, വിപിൻ മോഹൻ സാറാണ് ക്യാമറ. ഫസ്റ്റ് ഷോട്ട് എടുക്കുന്ന സമയത്ത് ഞാൻ അത്ര ക്യാമറ ഒന്നും, ഇതെന്റെ സെക്കൻഡോ മൂന്നാമത്തെ പടമാണ് കേട്ടോ മുല്ല. അത് അത്ര ക്യാമറയെ കുറിച്ചൊന്നും അത്ര എക്സ്പീരിയൻസ് ഒന്നും ഇല്ല എനിക്ക്. എന്തോ ചെയ്ത സമയത്ത് ഞാനൊരു തിരിഞ്ഞു, നല്ലൊരു ടേക്കില് എൻ്റെ തിരിയല് കാരണം ആ ടേക്ക് കേടുവന്നു. ഭയങ്കര രസമായിട്ട് ദിലീപേട്ടൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കോമ്പിനേഷൻ സെയിൻസ് ആണ്, ഭയങ്കര രസമായിട്ട് ദിലീപേട്ടൻ ചെയ്തു. അപ്പൊ പക്ഷെ ഞാൻ എന്തോ മിസ്റ്റേക്ക് ഉണ്ടായിട്ട് അത് ടേക്ക് കേടായി, അത് യൂസ് ചെയ്യാൻ പറ്റാതെയായി. വിപിൻ മോഹൻ സാറിനാണെങ്കിൽ ദേഷ്യം അങ്ങോട്ട് വന്നു. എല്ലാവരും ഒരു 10-80 പേരുണ്ട് യൂണിറ്റിൽ, എല്ലാവരുടെ മുമ്പിൽ എന്നെ ചീത്ത പറഞ്ഞു. ഇതിനെന്താ കോമൺ സെൻസ് ഇല്ലേന്ന് ചോദിച്ചു. അയ്യോ അപ്പോൾ എൻ്റെ ഹൃദയം പൊട്ടിത്തെറിച്ചു. എല്ലാവരും മുമ്പ് ചീത്ത പറയുമ്പോൾ നമുക്ക് ആ സമയത്ത് ഓഫ് കോഴ്സ്, പിന്നെ വിപിൻ സാറും ഞാനും ഫ്രണ്ട്സായി. അവര് എന്നെ ശരിക്കൊരു ആസ് എ ഹ്യൂമൻ മനസ്സിലാക്കാൻ തുടങ്ങി. ഫസ്റ്റ് ഡേ ഒക്കെ ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് സങ്കടം തോന്നും. അപ്പൊ ഇത്തരത്തിൽ വിട്ടുതരങ്ങളോ ഇത്തരത്തിൽ മിസ്റ്റേക്സ് ആണ് എൻ്റെ ബാഡ് മെമ്മറി എന്ന് പറയാം. അല്ലെങ്കിൽ പക്ഷെ ഞാനത് വിപിൻ സാറിനെ അങ്ങനെ എടുത്ത് പറയല്ല. അത് കാരണം തന്നെ നമ്മളും പഠിച്ചെടുത്തു.
ഹൗ ടു ബി ഇൻ ക്യാമറ, ഹൗ ടു ബി ഓൺ എ സെറ്റ്. ഇപ്പോൾ എല്ലാവർക്കും അത് എഡ്യൂക്കേഷൻ കിട്ടിയിട്ടാണ് വരുന്നത്, വീട്ടിൽ നിന്ന് പ്രിപ്പറേഷനൊക്കെ കിട്ടിയിട്ടാണ് വരുന്നത്. ഞങ്ങളൊക്കെ പഠിച്ചത് സെറ്റിലാണ്, ചീത്ത കേട്ടിട്ടും വഴക്ക് കേട്ടിട്ടും ഇടിയിട്ടിട്ടും ഒക്കെയാണ് പഠിച്ചത്. അപ്പോൾ ദാറ്റ് ഇസ് വാട്ട്. ബട്ട് അഗൈൻ ഇമ്പോർട്ടൻറ്റ് ലൈഫ് ലെസൺ ആണ്. ഇതൊക്കെ നമ്മൾ മനസ്സിൽ വെച്ച് കൊണ്ട് നടന്നാൽ ശരിയാവില്ല. അതിനെ അതിൽ നിന്ന് ലെസൺ എന്താണെന്ന് പഠിച്ചെടുത്തിട്ട് മറക്കണം, സൈഡിൽ വെക്കണം. ഈ പറഞ്ഞ പോലെ ടോപ്ലെസ് ഫോട്ടോഷൂട്ട് ചെയ്തായിരുന്നു ഇല്ല? അപ്പൊ അതിന് ഒരുപാട് ക്രിറ്റിസിസംസ് മാം കേട്ടു. ഇപ്പോഴും സൊസൈറ്റി അതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആയിട്ടില്ല കംപ്ലീറ്റ്ലി, അല്ലെ? എന്താണ് അതിനോടുള്ളൊരു റിയാക്ഷൻ? ആ സമയത്ത് ഇറ്റ് ഓൾ ഹാപ്പൻഡ് അറ്റ് ദ സ്റ്റാർട്ട് ഓഫ് മൈ കരിയർ. I was young. ഇപ്പൊ എനിക്ക് അങ്ങനെ ഒരു റിയാക്ഷനും ഇല്ല. I really like that photo shoot. It was beautiful. ആൾക്കാരെന്നെ കുറെ പറഞ്ഞു, പക്ഷേ എനിക്കൊരു കുഴപ്പമില്ല. ആൾക്കാരുടെ അഭിപ്രായം കേട്ടിട്ട് ജീവിച്ചാൽ നമ്മൾ എങ്ങനെയാ ജീവിക്കുക? എനിക്ക് ഏറ്റവും അധികം സങ്കടം വന്നത് എൻ്റെ അമ്മയച്ഛൻ അതിൽ ഇഷ്ടപ്പെട്ടില്ല. അച്ഛൻ എന്നോട് സംസാരിച്ചില്ല കുറച്ച് ദിവസം. അതെനിക്ക് ഭയങ്കരമായിട്ട്, അച്ഛനും ഞാൻ അച്ഛൻ്റെ മോളാ, ഞാൻ ഭയങ്കര ഡാഡീസ് ലിറ്റിൽ ഗേൾ. അച്ഛൻ സംസാരിച്ചില്ല. അമ്മമാര് ചിലപ്പോൾ എന്താ അറിയോ, നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ ചിലപ്പോൾ അമ്മമാര് അത് പോട്ടെ അറിയണ്ടെന്ന് പറഞ്ഞിട്ട് അമ്മമാരത് വേദന അമ്മയുടെ ഉള്ളിൽ തന്നെ വെച്ചിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യും. അതാണ് എൻ്റെ അമ്മയും ചെയ്തത്, മോള് കരയണ്ടെന്ന്. പക്ഷെ അച്ഛനത് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഞാൻ അച്ഛന് അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു. ഐ വാസ് നോട്ട് റിയലി ടോപ്ലെസ്, ഇതൊക്കെ എഡിറ്റിംഗ് ആണ്, പോസ്റ്റ് ചെയ്തതാണെന്നൊക്കെ പറഞ്ഞിട്ട്. എന്നാലും he didn't like it at all. പിന്നെ many years later ഞാൻ അച്ഛനോടും അമ്മയോടും ഭയങ്കര ഓപ്പണായ റിലേഷൻഷിപ്പാണ്. ഞങ്ങള് ചെറുപ്പത്തിൽ എന്തെങ്കിലും പറഞ്ഞത് ചിലപ്പോൾ സങ്കടം മനസ്സിൽ തട്ടിയതൊക്കെ ഞാൻ സംസാരിക്കും. ഡാഡി അന്ന് അങ്ങനെ പറഞ്ഞു, അയ്യോ മോളെ, ഡാഡി വാസ് ഓൾസോ യങ്, ഫോർഗിവ് മീ എന്നൊക്കെ. ഞങ്ങളുടെ ഭയങ്കര ഓപ്പൺ റിലേഷൻഷിപ്പാണ്. വി ടോക്ക് ആസ് എ ഫാമിലി, 4 of us, അനിയത്തി, മോം, ഡാഡ് ആൻഡ് മൈസെൽഫ്. ഞങ്ങളിരുന്ന് സംസാരിക്കും. We're very open with our feelings and we're very close, 4 of us. അപ്പോൾ ഞാൻ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. I told Daddy, I'm very sorry, I hurt you. And he said, it's okay. Now I understand why you did it. കാരണം he knows me as a person. He knows me that I'm a sensible girl. അപ്പോൾ അത് കാരണം മാത്രം മനസ്സിൽ തട്ടിയില്ല ഡാഡിക്ക് അത്ര. ആ സമയത്ത് ദേഷ്യം ഉണ്ടായി, പിന്നെ അത് മറന്നു. They also know that നമ്മൾ കുട്ടികളുടെ അടുത്ത് എത്രത്തോളാണ് നമ്മൾ പേരൻസ് ദേഷ്യം വെക്കുക മനസ്സിൽ. ഇപ്പോൾ ഫോർവേഡ് മാഗസീനിന് വേണ്ടിയിട്ട് ജിൻസിൻ ഇബ്രാഹിമിന്റെ ഫോട്ടോഗ്രാഫറാണ്, അവരുടെ കോൺസെപ്റ്റ് ആയിരുന്നു. അവരെന്നോട് ഒരു ദിവസം ഇങ്ങനെ വിളിച്ച് പറഞ്ഞു, ശ്രുതി, ഞാനിങ്ങനെ ഒരു ഡസ്കി ആയ മോഡൽ, കുറച്ചൊരു സെൻഷ്വൽ ആയൊരു ഫോട്ടോഷൂട്ടാണ്, പക്ഷെ അതിൻ്റെ ഒരു സ്റ്റോറി ഉണ്ട്. അതായത് ആ ജ്വല്ലറിയുടെ ആഡാണ്. ആ ജ്വല്ലറിയിൽ ഈ പെൺകുട്ടിക്ക് കല്യാണം കഴിക്കണ്ട, പക്ഷെ പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ അമ്മയും അച്ഛനും പറഞ്ഞ കാരണം അവള് അഗ്രി ചെയ്യുന്നു. പിന്നെ ഒരു പകുതി മനസ്സായിട്ട് കല്യാണത്തിന്റെ രാവിലെ അമ്മയുടെ കല്യാണം കഴിച്ച ജ്വല്ലറി ഒക്കെ എടുത്തിട്ട് മോൾക്ക് കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ ബെഡിൽ ഇങ്ങനെ വിരിച്ച് വെക്കും. അപ്പോൾ ഇവള് ഡ്രസ് ചെയ്യുന്ന സമയത്ത് ആ ജ്വല്ലറി കാണും. അപ്പോൾ ജ്വല്ലറി കണ്ടിട്ട് ഇതിട്ടാ ഞാനൊരു ഭംഗിയായി വരും, ഇപ്പൊ കല്യാണം കഴിച്ചാൽ ശരി, അറ്റ്ലീസ്റ്റ് എനിക്ക് ജ്വല്ലറി ഇടാൻ കിട്ടുമല്ലോ എന്ന് അവളുടെ മനസ്സിൽ ഇച്ചിരി ഒരു ഫീലിംഗ് വന്നു. ഓരോന്നായിട്ട് അവളുടെ ജ്വല്ലറി അണിയിച്ചു. എന്നിട്ട് ഷി വാസ് ജസ്റ്റ് ലുക്കിംഗ് അറ്റ് സെൽഫ് ഇൻ ദ മിറർ. ഇതാണ് ഇതിന്റെ സ്റ്റോറി. അതിനെ ആൾക്കാർ വേറെ എന്തൊക്കെയോ എടുത്ത് മാറ്റി അവിടെയും കുറേ എന്നെ പറഞ്ഞു, പരിഹസിച്ചു. TV-യിൽ ഞാൻ അറിയുന്ന എൻ്റെ ആക്ടേഴ്സായ ഫ്രണ്ട്സ്, എൻ്റെ അച്ഛനും അമ്മയും അറിയുന്ന ആൾക്കാര് അവരും കുറേ എന്തൊക്കെയോ TV-യിൽ പറഞ്ഞു. അത് കേരളത്തിലെ സിറ്റുവേഷൻ എന്താണ്, എനിക്ക് ആൾക്കാരെ വിളിച്ച് പറയാ, ഒരു ജോലി ഇല്ലാത്തവരെ വിളിച്ച് പറയാണ്, ഈ കുട്ടി എന്തിനാ ഇങ്ങനെ ചെയ്തത്, ഞങ്ങൾ ഒഫൻഡായി. നിങ്ങൾക്ക് എന്തിനാ ഒഫൻഡ് ആവുന്നത്? നിങ്ങളുടെ ദേഹമാണോ ഞാൻ യൂസ് ചെയ്തത്? എൻ്റെ ദേഹം, ഞാൻ എൻ്റെ ബോഡി, എൻ്റെ കോൺസെപ്റ്റ്. നേരെ മറിച്ച് അവിടുന്ന് എനിക്ക് ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഫോൺ വന്നു, ഡൽഹിയിൽ നിന്ന് വന്നു, ബോംബെയിൽ നിന്ന്, ഡെക്കൻ ക്രോണിക്കിൾ ഫ്രം ബാംഗ്ലൂർ, ഇവരൊക്കെ ഫോൺ ചെയ്ത് പറഞ്ഞു, ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ ഫോട്ടോഷൂട്ട്, ഹൗ ഡിഡ് യു കം അപ്പ് വിത്ത് ദിസ് കോൺസെപ്റ്റ്. ആ സമയത്ത്
മൊത്തം വൈറലായ ഒരു ഫോട്ടോഷൂട്ടാണ്. എല്ലാവരും നോർത്ത് ഇന്ത്യയിൽ സൗത്ത് ഇന്ത്യയിൽ എല്ലാവരും അറിഞ്ഞു. അപ്പൊ അവിടുത്തെ ഭയങ്കര സപ്പോർട്ട്. ഓ ദിസ് ഇസ് വെരി ബ്യൂട്ടിഫുൾ, ദിസ് ലുക്സ് ലൈക്ക് ആർ ഗോഡസ്. നമ്മുടെ ടെമ്പിൾ അതായിരുന്നു നമ്മുടെ എയിം. നമ്മുടെ അമ്പലത്തിലൊക്കെ, പഴയ അമ്പലത്തിലൊക്കെ നമ്മള് ശലഭഞ്ജിക എന്നൊക്കെ വന്നിട്ട് അവരുടെ ജ്വല്ലറി, അതല്ലേ കറക്റ്റ്, അതാണ് നമ്മൾ ഉദ്ദേശിച്ചത്. ആ ഒരു ഫീൽ അതുപോലെ തന്നെ അത് കിട്ടുകയും ചെയ്തു. അതിനോ അതുപോലെ അതായിരുന്നു ഞങ്ങളുടെ റെഫറൻസ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്താലും ചിലവരുണ്ടാവും അത് മറ്റവർ നന്നായി പോകുന്നത് കാണുമ്പോ അവർക്ക് പറ്റില്ല. അതായിരിക്കും വാട്ട് എവർ ഇറ്റ് ഈസ്. ഇനി ഒരു ഫോട്ടോഷൂട്ട് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ മനസ്സിലുണ്ടാവുമല്ലോ എനിക്ക് ഈ ഒരു ടൈപ്പ് ചെയ്യണം എന്ന്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? എനിക്ക് ഫോട്ടോഷൂട്ട് അങ്ങനെ പ്രത്യേകിച്ച് ആഗ്രഹമില്ല. പക്ഷെ എനിക്കൊരു നല്ലൊരു സൂപ്പർ ഹീറോ ഒക്കെ, സൂപ്പർ വുമൺ ഒക്കെ ആയിട്ടൊരു ക്യാരക്ടർ പടത്തില് ഇങ്ങനെ കേപ്പ് ഒക്കെ ഇട്ടിട്ട് ഇമാജിൻ ചെയ്തത് അങ്ങനെ, അല്ലെങ്കിൽ ആനിമേ, ജാപ്പനീസ് ആനിമേ അതുപോലത്തെ വല്ല എന്തെങ്കിലും കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയി ചെയ്യാൻ ഒരു അവസരം ചെയ്യണമെന്നുണ്ട്. വില്ലത്തിയായിട്ട് ഞാൻ ചെയ്തോളും, ഒരു കുഴപ്പമില്ല. കാരണം ഞാനിപ്പോ ഒരു പടം പത്മകുമാർ സാറിന്റെ പടം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതില് വിനോദ് സാഗർ, നമ്മുടെ തമിഴ് ആക്ടർ വിനോദേട്ടൻ, ഞാന്, റോഷൻ മാത്യു ഒക്കെ ഒരുമിച്ച് ചെയ്തുകൊണ്ടിരിക്കുക. ആ പടത്തില് വിനോദേട്ടൻ മൊത്തം സ്ഥിരം വില്ലനാണ്. എപ്പോഴും എല്ലാവരും ഹീറോന്റെ കയ്യിൽ നിന്ന് അടി കിട്ടിക്കൊണ്ടേ, എല്ലാ പടത്തിലും അടിയാണ്, കിട്ടിക്കൊണ്ടേയിരിക്കും. പക്ഷെ യഥാർത്ഥത്തിൽ സച്ച് എ നൈസ് മാൻ, വെരി സ്വീറ്റ്, വെരി സോഫ്റ്റ് സ്പോക്കൺ. അപ്പോൾ അവര് കളിക്കുന്ന ഒരു ക്യാരക്ടറാണ് അത്. അവര് യഥാർത്ഥത്തിൽ അവര് അങ്ങനെ തന്നെയാണെന്ന് ആരും പറയുന്നില്ല. അങ്ങനെ വിചാരിക്കുന്നവര് വെട്ടികളാണ്. സോ ഐ ഡോണ്ട് മൈൻഡ് പ്ലേയിങ് എനി ക്യാരക്ടർ അറ്റ് ഓൾ. എത്ര എന്താ പറയാ, വലിയ ഷബാന ആസ്മി പ്രോസ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ചെയ്തിട്ടുണ്ട്. യുനോ ദാറ്റ് ഈസ്, എനിക്ക് വില്ലനായി ചെയ്യാൻ ഈ ക്യാരക്ടർ കിട്ടിയാൽ ഞാൻ ചെയ്യും. ആസ് ലോങ് ആസ് ഇറ്റ് ഈസ് വാലിഡ്, ഒരു സ്റ്റോറിക്ക് ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ടാവണം. ഇപ്പോ ഒരു മോഡലാണ്, അതുപോലെ എന്താ പറയാ, ബോൾഡ് ആയിട്ടുള്ള ഫോട്ടോഷൂട്ട്സ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഒരു പ്രീ അസംഷൻസ് വെച്ചിട്ട് ആളുകൾ ബിഹേവ് ചെയ്യാറുണ്ടോ? അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിൽ നിന്ന് അങ്ങനെ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് എപ്പോഴെങ്കിലും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? എൻ്റെ കൂടെ അങ്ങനെ ബിഹേവ് ചെയ്യില്ല. കാരണം ഞാനത് അലൗ ചെയ്യില്ല. എൻ്റെ ബൗണ്ടറി ലൈൻസ് നല്ല പോലെ ഞാൻ വരച്ചു വെക്കും. ഞാൻ സെറ്റിൽ വരുമ്പോൾ വേണ്ടാത്തേക്ക് അങ്ങനെയൊന്നും ഞാൻ ചെയ്യില്ല. ഞാൻ അങ്ങനെയല്ല, അങ്ങനെ ചെയ്യുന്നവരുണ്ട്. ഞാൻ ഫ്രണ്ട്ലി ആണ്, പക്ഷെ ഞാൻ എന്റെ ബൗണ്ടറീസ് എനിക്ക് എന്റെ ലിമിറ്റ് അറിയാം. എന്റെ ആ ലിമിറ്റ് ക്രോസ് ചെയ്യാൻ ഞാൻ ആരെയും സമ്മതിക്കില്ല. അത് ആണെന്നല്ല, പെണ്ണായാലും ശരി. നോ, എന്റെ സ്പേസ് എനിക്ക് ആവശ്യമാണ്. അതും ഞാൻ വളരെ കഷ്ടപ്പെട്ടിട്ട് പഠിച്ചെടുത്തതാ. ആദ്യം അങ്ങനെ അല്ലായിരുന്നു. ഭയങ്കര ഫ്രണ്ട്ലി ആയാൽ ആൾക്കാർ അതിനെ വേറെന്തോ മീനിങ്ങിൽ എടുത്തു. കാരണം ബോംബെയിൽ അങ്ങനെയല്ല. പക്ഷെ നമ്മുടെ നാട്ടിന്റെ കൾച്ചർ ഇസ് സ്ലൈറ്റ്ലി ഡിഫറെന്റ്. അപ്പോൾ വന്നപ്പോ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു എനിക്ക്. പക്ഷെ പിന്നെ മനസ്സിലായി ദാറ്റ് യു ഹാവ് ടു ബി വെരി പൊലൈറ്റ് ആൻഡ് യു ഹാവ് ടു കീപ് യുവർ ബൗണ്ടറി. അത് തന്നെ എൻ്റെ ഒരു ഹാബിറ്റായി മാറി. എവിടെ പോയാലും ഞാൻ എൻ്റെ ബൗണ്ടറീസ്, എൻ്റെ ലിമിറ്റ്സ് വെച്ചിട്ടാണ് ഫ്രണ്ട്ലി ആണ്. കാരണം എൻ്റെ വേറെ ഫ്രണ്ട്സ് ഉണ്ട്. എനിക്ക് 5-6 ഫ്രണ്ട്സ് ഉണ്ട് എൻ്റെ ലൈഫിൽ. ചെറുപ്പത്തെ മുതലുള്ള ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ യെസ്, ഓഫ് കോഴ്സ്, ഒരു സെറ്റിൽ പോയാൽ ഞാൻ ആരോടും സംസാരിക്കാതെ അങ്ങനെ ഒന്നും ഇരിക്കല്ല. ഞാൻ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട്. പക്ഷെ എന്തോ എൻ്റെ അടുത്ത് ആ ലിമിറ്റ് ഒന്നും ആരും ക്രോസ് ചെയ്യില്ല. വിനോദേട്ടനായാലും ശരി, നമ്മളിപ്പോ ഞാൻ ഷൂട്ട് ചെയ്യുന്നത് കിഷോർ ആൻഡ് മെറിൻ 3 പേരും ഫുൾ ടൈം ഒരുമിച്ചായിരുന്നു. പക്ഷെ ആരുടെ ബൗണ്ടറി ക്രോസ് ചെയ്യാറില്ല. മെറിൻ ആയാലും ശരി, കിഷോർ സർ ആയാലും ശരി. നമ്മളൊക്കെ ശ്യാംപ്രസാദ് സാറിന്റെ കൂടെ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിന് മുമ്പ് ഷെയ്ൻ, ഞാൻ, ഫ്രണ്ട്സ്. ആൻഡ് യു നോ, അങ്ങനെ കടിച്ചു പിടിച്ച് ഇരുന്നിട്ട് എൻ്റെ അടുത്ത് വരരുത്, എന്നോട് സംസാരിക്കരുത്. എൻ്റെ ഏത് കോസ്റ്റാർ, ഏത് ഡയറക്ടർ, ഏത് പ്രൊഡ്യൂസർ ആയാലും നിങ്ങളൊന്ന് ചോദിച്ചു നോക്കൂ, ശ്രുതി എങ്ങനെയാണ് സെറ്റിൽ. ഭയങ്കര ഫ്രണ്ട്ലിയാണ്. പിന്നെ ഞാൻ ഒരിക്കൽ ചിരിക്കാൻ തുടങ്ങിയാൽ പിന്നെ എനിക്ക് ചിരി നിൽക്കില്ല. അങ്ങനത്തെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ആൻഡ് ഐ എൻജോയ് മൈ വർക്ക്. അപ്പോൾ നമ്മളായിട്ടൊരു വൃത്തികെട്ട എനർജി, അങ്ങനെ ഒരു ജാഡ എനർജി കൊണ്ടുവരുന്നത് ഒരു സെറ്റിൽ നമ്മൾ ആർട്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അങ്ങനത്തെ എനർജി കൊണ്ടുവരുന്നത്
അത് ആർട്ടിസ്റ്റിനെ ബാധിക്കും. നമ്മൾ ചെയ്യുന്ന ഒരു സീൻ ചിലപ്പോൾ നമ്മൾ ഭയങ്കര എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ആക്ടർ ഭയങ്കര വലിയ ആക്ടർ ആയിരിക്കും. കാരണം അവർ കുറച്ച് ഡിസ്റ്റൻസ് ഒക്കെ വെച്ച് ആരോടും സംസാരിക്കാതെ ക്യാമറ ഓണായ അപ്പം അവർക്ക് അഭിനയം വരും. പക്ഷെ എല്ലാവരും അങ്ങനെ ആവണമെന്ന് നെസസറി അല്ല. അവർ പേടിച്ചാൽ ചിലപ്പോൾ ആ സീൻ മൊത്തത്തിൽ കേടാവും, കോൺഫിഡൻസ് പോയാൽ. അപ്പം അങ്ങനത്തെ എനർജി കീപ്പ് ചെയ്യാന്നുള്ളത് ഐ ബിലീവ് ഇൻ ഇറ്റ് വെരി സ്ട്രോങ്ലി. സോ ഐ എം വെരി ഫ്രണ്ട്ലി. ഇപ്പോഴും നമ്മൾ ചാറ്റ് ചെയ്യുമ്പോൾ ഇന്റർവ്യൂ പോലെ തോന്നിക്കില്ല ചിലപ്പോൾ. ഇറ്റ്സ് ജസ്റ്റ് എ ഫ്രണ്ട്ലി ചാറ്റ്. ഇറ്റ്സ് ലവ്ലി എനർജി. മാം ഇപ്പോൾ ഇത്രയും നാളായി ഇൻഡസ്ട്രിയിൽ വന്നിട്ട് റിജക്ഷൻസ് ഒരുപാട് ഫേസ് ചെയ്തിട്ടുണ്ടോ? റിജക്ഷൻസ് ഫേസ് ചെയ്തിട്ടുണ്ടോന്നോ? നമ്മുടെ ഇൻഡസ്ട്രിയിൽ അക്സെപ്റ്റൻസിനേക്കാളും കൂടുതൽ റിജക്ഷൻസ് ആണ് നമ്മൾ ഫേസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് എവറി ഇൻഡസ്ട്രിയിൽ എന്ന് വെച്ചാൽ ഫിലിം ഇൻഡസ്ട്രിയിലും മോഡലിംഗിലും എല്ലാത്തിലും റിജക്റ്റ് ആയിട്ടാണ് നമ്മളിന്ന് പെർഫെക്ഷനിൽ വരിക. കുറെ പേരുണ്ട് ഫസ്റ്റ് ടൈം തന്നെ അവർ ഭയങ്കരമായിട്ട് അക്സെപ്റ്റൻസ് കിട്ടും. ദാറ്റ്സ് എ ഡിഫറെന്റ് തിങ്. ബട്ട് ഐ എം നോട്ട് ബീൻ ലൈക്ക് ദാറ്റ്. എനിക്ക് കുറെ റിജക്ഷൻസ് ഫേസ് ചെയ്തിട്ടുണ്ട്. കുറെ റിജക്ഷൻസ് ഫേസ് ചെയ്തിട്ടുണ്ട്. ആണല്ലേ? ആഗ്രഹിച്ച ഒരു പൊസിഷനിൽ എത്താൻ പറ്റിയിട്ടുണ്ടോ കറന്റ്ലി? അത് വെരി ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ടു ആൻസർ. ഞാൻ ഒരിക്കലും അങ്ങനെ ചിന്തിച്ചിട്ടില്ല ആ ഒരു രീതിയിൽ. ഐ എം വെരി പീസ്ഫുൾ നൗ. മനസ്സിലൊരു സമാധാനമുണ്ട്. ഐ തിങ്ക് ഒരു 5 years മുമ്പ് സമാധാനം ഉണ്ടായിരുന്നില്ല. ആ സമാധാനം ഞാൻ എൻ്റെ പടത്തിലൂടെയോ എൻ്റെ മോഡലിങ്ങിലൂടെയോ എൻ്റെ ഹസ്ബൻഡിലൂടെയോ അങ്ങനെ തിരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഇപ്പോൾ സമാധാനം കിട്ടി. ഐ എം വെരി കംഫർട്ടബിൾ വിത്ത് മൈ സെൽഫ്. ഐ എം വെരി കംഫർട്ടബിൾ വിത്ത് മൈ ലൈഫ്. സോ ഓവറോൾ ഒരു ഹാപ്പിനെസ് ഉണ്ട്, ഒരു ഫീൽ ഗുഡ് അല്ലേ? ഫീൽ ഗുഡ്, റിലീഫ് ഉണ്ട്. ആദ്യം ഭയങ്കര സ്ട്രെസ്സായിരുന്നു. പടം നമ്മൾ വർക്കില്ലെങ്കിൽ വർക്കില്ലാന്ന് സ്ട്രെസ് ഉണ്ട്. വർക്ക് വന്നാൽ അയ്യോ ഇതെങ്ങനെയാ ചെയ്യാ എന്ന സ്ട്രെസ്. ഫുൾ മൊത്തത്തിൽ സ്ട്രെസ്സായിരുന്നു. ഇപ്പൊ സ്ട്രെസ് ഒന്ന് എടുത്ത് മാറ്റിയപ്പോഴാണ് ശരിക്കും കണ്ണൊന്നും ഇങ്ങനെ തുടച്ചിട്ട് ശരിക്കും ലൈഫ് എന്താണെന്ന് അറിയുന്നത്. ഇപ്പോഴാണ്. കാരണം ഞാൻ ഇത്ര ട്രാവൽ ചെയ്യും. നേരത്തെ ഒന്നും ഞാൻ ട്രാവൽ ചെയ്യാതെ ഉണ്ടായിരുന്നില്ല. കാരണം അയ്യോ ഞാൻ ഇവിടെ പോയാൽ വല്ല ആഡ് വന്നാൽ ഞാൻ എങ്ങനെ ഓഡിഷൻ കൊടുക്കും? അപ്പോൾ ഓഡിഷൻ അത് ആഡ് മിസ്സായി പോകും അല്ലെങ്കിൽ പടം മിസ്സായി പോകും എന്ന് പറഞ്ഞിട്ട് ഐ യൂസ് ടു നോട്ട് ഡു എനിത്തിങ്. ഇപ്പോൾ ഐ എം ലൈക്ക് ലൈഫ് ഇസ് ടു മെന്റ് ടു എക്സ്പീരിയൻസ് ന്യൂ തിങ്സ്. ട്രാവൽ ചെയ്തിട്ട് പുതിയ പുതിയ കാര്യങ്ങൾ നോക്കാം, പുതിയ കൾച്ചർ എക്സ്പീരിയൻസ് ചെയ്യാം. സോ ഐ എം വെരി പീസ്ഫുൾ, വെരി ഹാപ്പി. ആഗ്രഹിച്ചിരിക്കുന്ന ഒരു ഡയറക്ടറിന്റെ മൂവിയിൽ അഭിനയിക്കാൻ ഒരു ചാൻസ് കിട്ടുന്നു. അറ്റ് ദ സെയിം ടൈം ഏഷ്യാനെറ്റിൽ ഒരു അടിപൊളി പ്രോഗ്രാം ഹോസ്റ്റ് ചെയ്യാൻ കിട്ടുന്നു. ഏത് ചൂസ് ചെയ്യും? See, look, I'm very smart. ഞാൻ അതിന് രണ്ടിനും ഒരു എന്താ പറയാ, രണ്ടും ചെയ്യാനുള്ള ഒരു വഴി ഞാൻ എടുക്കും. അതെന്തായാലും ഞാൻ ഉണ്ടാക്കും വഴി. അത് പോസിബിൾ ആവോ? മീൻസ് ഷൂട്ട് എങ്ങനെ നമ്മൾ നൗഡേസ് അതൊക്കെ പോസിബിൾ ആണ്. അപ്പൊ എല്ലാം പോസിബിൾ ആണ്. നേരത്തെ പ്രോബബ്ലി പോസിബിൾ അല്ലായിരുന്നു. പക്ഷെ ഇപ്പൊ ടെക്നോളജി ഹസ് ബിക്കം സോ അഡ്വാൻസ്ഡ്, വി ക്യാൻ ഡു ബോത്ത്. ഞാനത് വിട്ടുകൊടുക്കില്ല. ഓക്കെ. ഈ മുല്ല മൂവിയിലെ ആ സോങ്, ആ ഒരു സീനിന്റെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് അങ്ങനെ പാടുന്ന സോങ് ഇല്ലേ, അത് മാമിന്റെ സൗണ്ട് ആണോ എന്നൊരു റൂമർ ആ ഒരു ടൈമിൽ. ഇപ്പോഴും അത് കേൾക്കുമ്പോൾ മാമിന്റെ ഒരു വോയിസിനായിട്ട് നമുക്കൊരു സിമിലാരിറ്റി തോന്നും. അത് പാടിക്കൂടായിരുന്നു? കുട്ടിയെ, എനിക്ക് മലയാളം തന്നെ പറയാൻ സംസാരിക്കാൻ ഇത്ര ബുദ്ധിമുട്ടായിരുന്നു. തമിഴ് എവിടുന്നാണ് ഞാൻ പറയാ. സിംഗർ അല്ലേ? How do you know this? I know this. പറഞ്ഞിട്ടില്ല. ഞാൻ പഠിച്ചിട്ടുണ്ട്, പക്ഷെ കുറെ നാളായിട്ട് പാടിയില്ല. അപ്പൊ ഒരു പാട്ട് ഞങ്ങളുടെ ഓഡിയൻസിന് വേണ്ടി പ്ലീസ്. പിയാ തോ സേ നൈനാ ലാഗേ രേ, നൈനാ ലാഗേ രേ, ജാനെ ക്യാ ഹോ അബ് ആഗേ രേ, നൈനാ ലാഗേ രേ, പിയാ തോ സേ നൈനാ ലാഗേ രേ. പാട്ടുകാരി അല്ലല്ലേ? പാട്ടുകാരി ഒന്നല്ല. ഓക്കെ. അപ്പോ താങ്ക് യു ഫോർ യുവർ വാല്യുബിൾ ടൈം. വെരി മച്ച്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച് ഫോർ ഹാവിംഗ് മീ. എല്ലാവരും എന്റെ ലൈഫിനെ കുറിച്ച് എന്നെ മനസ്സിലാക്കാൻ കുറച്ച് നിങ്ങൾ ഫുൾ വീഡിയോ കണ്ടു. താങ്ക് യു വെരി മച്ച്.